യു.ഡി.എഫ് പത്രം വിഴിഞ്ഞം തുറമുഖത്തിനായി ആര് എന്തൊക്കെ ചെയ്തു എന്നൊരു വാർത്ത ചെയ്തിട്ടുണ്ട്. നടുപേജിൽ തന്നെ. പത്രം മനോരമ ആയതുകൊണ്ട് പ്രത്യേകം പറയണ്ടല്ലോ. പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ഒഴികെ വഴിയിൽ കൂടി പോയ സകലരും വിഴിഞ്ഞം പോർട്ടിനായി പ്രവർത്തിച്ചവരായിരിക്കും. ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതെന്ന് പറഞ്ഞ് ഗീബൽസ് വരെ നാണിച്ചു പോകുന്ന തരത്തിലാണ് കോൺഗ്രസ് ക്രെഡിറ്റ് പിടിച്ചെടുക്കാൻ അടവുകൾ ഇറക്കിയത്. ഇതിന് കുടപിടിക്കുന്ന രീതിയിൽ മനോരമയും വാർത്ത ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ പതിവിലും വിപരീതമായി കേന്ദ്ര ഗവൺമെന്റിനെയും പുകഴ്ത്തി അടിച്ചിട്ടുണ്ട് മനോരമ. കേന്ദ്രം കോടികൾ തുറമുഖത്തിനായി കൊടുത്ത് കേരളത്തെ സഹായിച്ചു എന്ന തോന്നൽ വായനക്കാരിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് മോദി സർക്കാർ ചെയ്തത് എന്ന തലക്കെട്ടോടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ വസ്തുത ഇങ്ങനെയാണ്. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ മൊത്തം ചെലവ് 8,867 കോടി രൂപയാണ്. അതിൽ 5,595 കോടി രൂപ എന്ന് വെച്ചാൽ 63% സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. അദാനി കമ്പനി 2,454 കോടി രൂപ, അതായത് 28%. VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് 817.8 കോടി രൂപ, വെറും 9% മാത്രമാണ് വരിക. ഈ തുക ഗ്രാന്റായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവർത്തിച്ചിട്ടുള്ള ആവശ്യം ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പകരം പലിശ സഹിതം തിരിച്ചടയ്ക്കാനുള്ള വായ്പയാണ് അനുവദിച്ചത്. പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1,350 കോടി രൂപ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടാണ്. റെയിൽവേ പാതയ്ക്കായി 1,482.92 കോടി രൂപയും സംസ്ഥാനം ചെലവഴിക്കണം. ഇനി വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയും അദാനി പോർട്ടുമായി വെച്ച കരാറാണിതെന്ന് പരത്തുന്നതിനും ക്രിസ്റ്റൽ ക്ലിയർ ആയി ഉത്തരമുണ്ട്. 2015 ഓഗസ്റ്റ് 17 അദാനി പോർട്സുമായി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ വെച്ച് ഒപ്പുവെച്ചത് സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുത്തുന്ന കരാറാണ്. ഇക്കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചാണ് മനോരമയെ കൊണ്ടാകുന്നത് പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു മനോരമ ഇതൊക്കെ?